ഇതാണ് ഇന്നത്തെ ക്യുസ്ഡിയ, ചിക്കൻ ക്യുസ്ഡിയ. പേര് കേട്ട് പേടിക്കണ്ട കേട്ടോ, ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ബോൺലെസ് ചിക്കനിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും ഗരം മസാലയും ചെറിയ ജീരകം പൊടിച്ചതും ഓയിലും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇതിൻ്റെ കൂടെ പാപ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ അതും, ഗാർലിക് പൗഡറും ചില്ലി ഫ്ലേക്സും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പാൻ ഒന്ന് ചൂടാക്കി അതിൽ ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കുക്കാക്കി എടുക്കണേ. ഇതുപോലെ ആക്കിയെടുക്കുക. ബട്ടറിൽ തന്നെ ഉണ്ടാക്കണേ, അതാ ടേസ്റ്റ്. എന്നിട്ട് സെയിം പാനിൽ തന്നെ കുറച്ചുകൂടെ ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഗാർലിക് ചോപ്പ് ചെയ്തതും ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ. അതിൻ്റെ കൂടെ കുറച്ച് സവാള കൂടെ ചേർത്ത് കൊടുക്കണേ. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും സവാള ചെറുതാണെങ്കിൽ ഒന്നും മതിയാവട്ടെ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഉപ്പ് കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഈ ഒരു പാകത്തിനായ അതിലേക്ക് ചിക്കനും കുറച്ച് കെച്ചപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ തോന്നും. നല്ല ടേസ്റ്റും നല്ല മണവും ഒക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം ഇതുപോലെ കുറച്ച് മൊസറല്ല ചീസ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിയിൽ ഒരു ചീസും വെച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ട് ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനിയും കഴിഞ്ഞിട്ടില്ലേ, ഇതുപോലെ എല്ലാം ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രൈ പാനിൽ കുറച്ചുകൂടെ ബട്ടർ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താണ്ടല്ലോ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ കസ്ഡിയ നമുക്ക് കഴിക്കട്ടോ. 1 മിനിറ്റ് കൊണ്ട് തന്നെ രണ്ട് സൈഡും നല്ല ക്രിസ്പിയായി ചീസൊക്കെ മെൽറ്റായി കിട്ടും. പേര് കേൾക്കാൻ പുതുമയുള്ള പോലെ തന്നെ കഴിക്കാനും ഒരു പുതിയ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.